ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇന്ന് നോമ്പിൻ്റെ 14-ാം ദിനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങളെ ആധാരമാക്കി ഇമ്മാനുവേൽ, ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്താവിഷയമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ദൈവപുത്രൻ്റെ മനുഷ്യാവതരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. യെശയ്യാ 7:14 പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇപ്രകാരമാണ്. ആഹാസ് യഹൂദ രാജാവായിരുന്ന കാലത്ത് അരാമ്യ രാജാവായ രസീനും ഇസ്രയേൽ രാജാവായ പെക്കഹുവും യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ വന്നു. അവരാൽ ഭയപരവശരായ രാജാവിനെയും ജനത്തെയും ധൈര്യപ്പെടുത്താൻ യെശയ്യാവിലൂടെ നൽകിയ പ്രവചനമാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ആ ബാലൻ നന്മ തിന്മകളെ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും മുമ്പേ 2 ശത്രുരാജ്യങ്ങളും ഉപേക്ഷിക്കപ്പെടും. അപ്രകാരം വർഷങ്ങൾക്കുള്ളിൽ 2 രാജ്യങ്ങളും നശിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യഹൂദ ജനതയുടെയും വിടുതലിനപ്പുറം ലോക ജനതയുടെ മുഴുവൻ വിടുതലിനായുള്ള ഒരു ദൈവിക വാഗ്ദത്തം കൂടി ഈ പ്രവചനത്തിലുണ്ടായിരുന്നു. ദൈവിക ശബ്ദത്തിലൂടെയും ദൂതന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം വെളിപ്പെട്ടിരുന്ന ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിലൂടെ എല്ലാവർക്കും ഒരുപോലെ സമീപസ്ഥനായി തീർന്നു. അതെ, ദൈവം നമ്മോടൊപ്പമുണ്ട്. ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഇമ്മാനുവേൽ നൽകുന്ന ചില ഉൾക്കാഴ്ചകൾ ഈ സുദിനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇമ്മാനുവേൽ, അത് നമ്മുടെ വിശ്വാസ അനുഭവമാകണം. നമ്മുടെ ഏത് ജീവിതാനുഭവത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസം നമ്മെ നയിക്കണം. നമ്മുടെ ഉയർച്ച താഴ്ചകളിൽ, വിജയപരാജയങ്ങളിൽ, സുഖദുഃഖങ്ങളിൽ, ആരോഗ്യങ്ങളിൽ എല്ലാം ഇമ്മാനുവേൽ എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അചഞ്ചല വിശ്വാസമുള്ളവരായിരിക്കുവാൻ നമുക്ക് കഴിയണം. കാറ്റത്ത് മരങ്ങൾ ഉലയുന്ന പോലെ ഉലഞ്ഞുപോയ ആഹാസിൻ്റെ വിശ്വാസമല്ല, ഉറപ്പും നിശ്ചയവുമുള്ള അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒന്ന് മാത്രമല്ല ഇമ്മാനുവേൽ എന്ന വിശ്വാസം. നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മെ കൃതജ്ഞതയുള്ളവരാക്കി തീർക്കുവാനും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഇമ്മാനുവേൽ, അത് നമ്മുടെ ജീവിത അനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന ബോധ്യമായിരിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ നയിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സംഭാഷണങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ജോലിസ്ഥലത്തെ കൃത്യനിർവഹണങ്ങൾ, പണമിടപാടുകൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മുടെ എല്ലാ അത്താഴങ്ങളിലെയും ക്ഷണിക്കപ്പെടാത്ത അതിഥിയും എല്ലാ സംഭാഷണങ്ങളിലെയും നിശബ്ദ ശ്രോതാവുമാണ് എന്ന വരികൾ നമ്മുടെ വീടിൻ്റെ ചുവരുകളെ അലങ്കരിക്കുന്നതിനുമപ്പുറം ആ വരികളുടെ അർത്ഥസത്തയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്കും ജോസഫിനെ പോലെ പ്രലോഭനങ്ങളുടെ മുമ്പിലും തെറ്റുകളിൽ അകപ്പെടാതെ ജീവിക്കുവാൻ സാധിക്കും. ഇമ്മാനുവേൽ, അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പൈതൃകമായിരിക്കണം. നമ്മുടെ മുൻ തലമുറകളും നാമും അനുഭവിച്ചറിഞ്ഞ ഇമ്മാനുവേൽ എന്ന സത്യം വരും തലമുറയിലേക്ക് കൈമാറുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ തലമുറയെ വിശ്വാസ ജീവിതത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകറ്റുന്ന
കാലികമായ അനേക വെല്ലുവിളികളുടെ മധ്യത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ വിശ്വാസം പകരുവാനും അതിൽ അവരെ നിലനിർത്തുവാനും മാതാപിതാക്കൾക്ക് കഴിയണം. ഈ വിശ്വാസം നാം പകരേണ്ടത് വാക്കിലൂടെയും പ്രസംഗത്തിലൂടെയുമല്ല. തീമത്യോസിൻ്റെ അമ്മ യുനീക്കയെയും വല്യമ്മ ലോവീസിനെയും പോലെ മാതൃകാ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ആകണം. ഇത്തരണത്തിൽ ഇമ്മാനുവേൽ നമ്മുടെ വിശ്വാസത്തിലും ജീവിതത്തിലും അനുഭവവേദ്യമാകുകയും ആ അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് പകരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ നോമ്പും ക്രിസ്തുമസും എല്ലാം അർത്ഥപൂർണമാകും. ക്രിസ്മസ് ഒരു ജന്മദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലോ ആഘോഷമോ ആചാരമോ അല്ല. അത് ഇമ്മാനുവേൽ എന്ന അനുഭവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ അനുഭവം പ്രാപിച്ചവർക്ക് ഓരോ ക്രിസ്മസും അതിൻ്റെ പുതുക്കലും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന സത്യം എൻ്റെ വിശ്വാസത്തിലും ജീവിതത്തിലും അനുഭവിക്കുവാനും അത് തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാനും അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.